ചോദിക്കട്ടെ, അമ്മയ്ക്ക് അത്ര നിധി ഇപ്പൊ കിട്ടിയ അമ്മ എന്ത് ചെയ്യും? അയ്യോ എന്റെ ഭഗവാനെ, അമ്മയ്ക്ക് നിധി കിട്ടിയ അമ്മ എന്ത് ചെയ്യും? അയ്യോ എനിക്ക് നിധി കിട്ടി, ദൈവമേ നിധി 5.5 കിലോ സ്വർണ്ണക്കുഴി കിട്ടിയ ആളാ. അല്ല 5.5 കിലോ ആണ് കേട്ടോ, അത് വേണം. അയ്യോ അതെ, 5.5 കിലോ സ്വർണ്ണക്കുഴി കിട്ടിയ ആളാ ഇവിടെ നിൽക്കുന്നത് കേട്ടോ. അല്ല ഇനിയിപ്പോ അതോടെ ഗൾഫിൽ പോകണല്ലോ, നമുക്ക് അത് ഇവിടെ തന്നെ അതെ, ഇനി ഗൾഫല്ല, ഇനി പല പല കാര്യങ്ങളും ഇവിടെ ഇല്ലയോ, ഇനി എന്തെങ്കിലുമൊക്കെ ചെയ്യണം. കണ്ണു തള്ളിപ്പോയില്ലേ? അല്ല കണ്ണ് തെളിയുന്നോ, 5.5 കിലോ ഇപ്പോഴത്തെ മാർക്കറ്റ് അനുസരിക്കുമ്പോൾ കോടികളല്ലേ, നമുക്ക് വില വധിക്കാൻ പറ്റാതെ കോടികളല്ലേ. സ്വർണ്ണക്കുഴവി 5.5 കിലോയുള്ള സ്വർണ്ണക്കുഴവി ലഭിച്ചെന്നുള്ള വാർത്ത അറിഞ്ഞാണ് ഞാനും അവിടെ എത്തിയത്. എന്നെ അറിയിച്ചതുപോലെ തന്നെ എല്ലാ മാധ്യമപ്രവർത്തകരെയും, പുനലൂരിലെ പ്രത്യേകിച്ച് എല്ലാ മാധ്യമപ്രവർത്തകരെയും ഈ വിവരം അറിയിച്ചിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ ആ വീട്ടിൽ ചെന്നപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചത് ഇത് വ്യാജമായ ഒരു അറിയിപ്പാണെന്നാണ്. കൊല്ലം പുനലൂർ കരവാളൂർ പഞ്ചായത്തിലെ കുഞ്ചാണ്ടിമുക്ക് പ്ലാപ്പള്ളിയിൽ അഭിലാഷിനും കുടുംബത്തിനുമാണ് അദ്ദേഹം വാങ്ങിയ വീട് പൊളിച്ചപ്പോൾ അവിടെ നിന്നും ഒരു 5.5 കിലോയുള്ള സ്വർണ്ണക്കുഴവി കിട്ടിയെന്നുള്ള വാർത്ത പ്രചരിക്കുന്നത്. ഇതോടെ പ്രാദേശിക മാധ്യമപ്രവർത്തകരും ഓൺലൈൻ ചാനലും ആ വീട്ടിൽ തിരക്കിയിറങ്ങി. വീട്ടിൽ ചെന്നപ്പോൾ ഈ വാർത്തയെക്കുറിച്ച് അതിശയവും ഉത്കണ്ഠയും വാത്സല്യവുമൊക്കെ രേഖപ്പെടുത്തുകയാണ് ബന്ധുക്കൾ. മാസങ്ങൾക്ക് മുമ്പാണ് ഏകദേശം 70 വർഷത്തോളം പഴക്കമുള്ള പഴയ വീട് അഭിലാഷ് എന്ന പ്രവാസി സ്വന്തമാക്കുന്നത്. ഈ വീടിനോട് ചേർന്ന താൽക്കാലിക ഷെഡ് നിർമ്മിച്ചു. ഈ ഷെഡിൻ്റെ പുറകുവശത്തെ വീടാണ് പൊളിച്ചത്. ഇന്നലെയും മിനിഞ്ഞാന്നുമായി JCB ഉപയോഗിച്ചാണ് പൊളിച്ചത്. കൊട്ടാരക്കരയുള്ള ഒരു ഏജൻസിക്കാണ് കെട്ടിടം പൊളിച്ച് നീക്കുന്നതിനുള്ള കരാർ കൊടുത്തിരുന്നത്. കെട്ടിടത്തിൻ്റെ അവശിഷ്ടങ്ങൾ പൊളിച്ച് സമീപത്തെ പ്രദേശത്ത് കൊണ്ടുകിടുകയും ചെയ്തു. അവർ സ്ഥലത്തു നിന്നും പോയതിന് ശേഷമാണ് ഇന്ന് ഉച്ചയ്ക്ക് 2:30 ഈ വീട്ടുകാർക്ക് സ്വർണ്ണക്കുഴവി ലഭിച്ചെന്ന വാർത്ത പരന്നത്. പ്രവാസി കൂടിയ അഭിലാഷ് പറയുന്നത് 7-ാം തീയതിയാണ് അഭിലാഷ് പോകാനിരിക്കുന്നത്. ഇതിനിടയിൽ ഇങ്ങനെ ഒരു വ്യാജ പ്രചരണം വന്നതിൻ്റെ വിഷമത്തിലാണ് അഭിലാഷും മറ്റ് ബന്ധുക്കളും. പ്രവാസികൾക്ക് നേരെ ഉണ്ടാകുന്ന ഇത്തരത്തിലുള്ള വ്യാജ പ്രചരണങ്ങൾ ഏറ്റവും വിഷമിപ്പിച്ചെന്നും പ്രവാസികൾ നാട്ടിൽ വന്ന് എന്തെങ്കിലും ചെയ്യുന്നതിന് ഇത്തരത്തിലുള്ള വ്യാജ പ്രചരണങ്ങൾ തടസ്സമാകുന്നുവെന്നും പറയുന്നുണ്ട്. എന്നുവെച്ചാൽ നാട്ടിൽ വന്നൊരു കാര്യം ചെയ്യരുതല്ലോ, അതാണല്ലോ ഇവിടുത്തെ ജനങ്ങളുടെ ഒരു ഇത്. അതെ, നമ്മൾ അതാണല്ലോ നോക്കുന്നത്. നമ്മളെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കൈ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമ്മളത് ഇൻവെസ്റ്റ് ചെയ്യാൻ പാടില്ല. അത് ഇൻവെസ്റ്റ് ആണ് ഏറ്റവും കൂടുതൽ. നമ്മുടെ മുൻകാല ചരിത്രങ്ങൾ വെച്ച് നോക്കുകയെന്നുണ്ടെങ്കിൽ പല കേസുകെട്ടും പ്രവാസികൾക്കാണ് വന്നാക്കുന്നത്. പല ചാനലിലും പല മാധ്യമങ്ങളും പല പത്രമാധ്യമങ്ങളിൽ കൂടെ നമുക്ക് അറിയാൻ പറ്റുന്ന പ്രവാസികൾക്കേ ഉള്ളൂ. അല്ലാത്തവർക്ക് എനിക്ക് തോന്നുന്നു ഒരു 90% കുഴപ്പമില്ല. ഈയിടയ്ക്ക് ആരെങ്കിലും പോലെ ചോദിച്ചായിരുന്നോ? അത് ആൾക്കാർ ഞാൻ അല്ലാതെ നമ്മൾ പേഴ്സണലായിട്ട് ചോദിക്കാറുണ്ട്. നമ്മുടെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ കൊടുക്കും, ഇല്ലെങ്കിൽ നമ്മൾ പറയും ഇല്ലെന്ന് പറയും. ഇല്ലെന്ന് പറഞ്ഞ വിഷയമല്ലോ ഉണ്ടോ? അല്ല, അത് ഇപ്പം നമ്മളെല്ലാവരും ചോദിക്കുമ്പോൾ ഉണ്ടെങ്കിലേ കൊടുക്കാൻ പറ്റുമോ? അല്ല, ഇല്ലെങ്കിൽ ഇല്ലാതെ നമ്മൾ കൊടുക്കാൻ ഒക്കത്തില്ലല്ലോ. മണിയാണ് പ്രശ്നം. അതാണ് ഏറ്റവും എവിടെയും പ്രശ്നം മണിയാണ്. മണി പ്രശ്നം ഇത് കുഴവിയിലേക്ക് ഇത് അല്ല 5.5 കിലോ അത് കൃത്യമായ കണക്കാണ്. ഇതിപ്പം ഇത് ഏത് കക്ഷിയായാലും ആ കക്ഷി പറഞ്ഞേക്കാന്ന് വെച്ചാൽ 5.5 കിലോ കൃത്യമായ കണക്ക് പറയണമെങ്കിൽ ആ കക്ഷി അത് എടുത്ത് എന്നെ ഏൽപ്പിച്ചാന്നല്ലോ, അല്ലാതെ പറയത്തില്ലല്ലോ. അന്നേരം ഞാനാ ഉണ്ട്, അത് തട്ടി വിടില്ലേ സാറേ. ആന്ന് അയ്യോ അത് ചിലപ്പോ സ്വർണ്ണമായിട്ട് മാറും. അത് സ്വർണ്ണമായിട്ട് വരും. സ്വർണ്ണമായിട്ട് വരും. തിരിച്ചു പോകുന്നില്ലായിരുന്നു. അത് എനിക്ക് പകുതി ഇനി തന്നായിരുന്നെങ്കിൽ കഴിവുള്ളൂ. അല്ല അങ്ങനല്ല, 5.5 കിലോ സ്വർണ്ണമാണ്. എന്റെ കൂട്ടുകാർ ഗൾഫിൽ നിന്ന് വിളിച്ചിട്ട് പറയുവാണ്, എടാ നിനക്ക് ലോട്ടറി അടിച്ച് നിധി കിട്ടി. അന്നേരം എന്റെ പിന്നെ ഇവര് വന്നൊരു താറിന്റെ വണ്ടിയിലാണ് വന്നേ.
അന്നേരം അതിട്ടൊരു ഫോട്ടോ എൻ്റെ വൈഫ് എടുത്തിട്ടുണ്ടായിരുന്നു. അന്നേരം വണ്ടി നീ എടുത്ത് ഇപ്പം വസ്തു വാങ്ങിച്ച് പിന്നെ നമ്മുടെ വീട് പണിയുന്നുണ്ട്. അന്നേരം നിധി കിട്ടാതെ ഇപ്പം എങ്ങനെയാണെന്നാണ് അവർ ചോദിക്കുന്നത്. കഴിവൊക്കെയാണ് എടുത്തത്. അല്ല ഇനിയിപ്പോൾ എന്തായാലും പിന്നെ അത് കിട്ടിയായിരുന്നെങ്കിൽ ഞാൻ തിരിച്ചു പോകണ്ടായിരുന്നു. ഇനി ആരെങ്കിലും പേരിടാൻ വേണ്ടി ചെയ്തതാണോ? അല്ല നമുക്ക് പ്രശ്നമില്ലല്ലോ. ഇതിപ്പോ ചാനൽ അതല്ല രസം. ഗൾഫിൽ കിടന്നവർ വന്ന് പറഞ്ഞപ്പോഴാണ് നമ്മൾ അറിയുന്നത്. ഗൾഫിൽ എന്റെ കൂട്ടുകാർ വിളിച്ചു പറയുമ്പോൾ ചാനലുകാരെല്ലാം വന്നത്, എല്ലാ ചാനലുകാരും വന്ന് എടുത്തോണ്ട് പോയി. 1-2 ചാനലുകാർ എന്നെ വിളിച്ച് അല്ല ഈ സ്വർണ്ണമോതിരം പോലും ഇനി ഇടാൻ പറ്റത്തില്ല, പുതിയതായി ഇടാൻ ഒക്കത്തില്ല. നിധി കിട്ടിയാന്ന് പറയല്ലേ. അല്ല നിധി കിട്ടിയെങ്കിൽ ഞാൻ ഈ ഷെഡിൽ കിടക്കത്തില്ലല്ലോ. ഷെഡിൽ കിടക്കേണ്ട കാര്യമില്ലല്ലോ. നിധി കിട്ടിയെങ്കിൽ ഞാൻ 5 സ്റ്റാർ ഹോട്ടലിൽ താമസിക്കത്തില്ല. അല്ല ഇത് എങ്ങനെ എപ്പം കിട്ടിയെന്നായി പ്രചരണം? ഇന്നലെ അല്ല ഞാനിപ്പോ ഒന്ന് ഉച്ചയ്ക്ക് ഇന്ന് ഉച്ചയ്ക്ക് ജംഗ്ഷനിലോട്ട് ഞാൻ ഇറങ്ങിയതാണ്. ഇറങ്ങിയപ്പോ അവിടെ കടർത്തത് ചേച്ചി ചോദിച്ചു അഭിലാഷ് നിധിയെ കിട്ടിയെന്ന് പറഞ്ഞിട്ട് എന്തിനാ നിധി എന്ന് ചോദിച്ചു തമാശയ്ക്ക്. അന്നേരം ഞാൻ വണ്ടി നിർത്തി ഞാൻ നിധി ചോദിച്ചു. അന്നേരം നിധി കിട്ടിയെന്ന് പറയുന്നതെന്ന് പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് അവിടുന്ന് ജംഗ്ഷൻ തൊട്ടപ്പുറം ജംഗ്ഷൻ അവിടുന്ന് ഒരു 5 മിനിറ്റ് മതി. ഇവിടെ വന്നപ്പോഴത്തേക്ക് എന്റെ മാമനെ അന്നേരം വിളിച്ചു ചോദിച്ചു വസ്തു വന്ന കക്ഷി ബിന്ദു എന്ന പേര്. പക്ഷെ നിങ്ങൾക്ക് നിധി കിട്ടിയെന്ന് പറയുന്നത് അന്നേരം നമ്മളത് നിധി കിട്ടിയെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു വീട് വസ്തു നമ്മൾ വാങ്ങിച്ചു തരാം, നിങ്ങൾ പേടിക്കണ്ട എന്ന് പറഞ്ഞു. അങ്ങനെ എൻ്റെ വൈഫിനെ വിളിച്ചു ചോദിച്ചു. പിന്നെ പഞ്ചായത്തിൽ നിന്ന് നമുക്ക് പരിചയമുള്ളവർ വിളിച്ചു ചോദിച്ചു കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് എന്ത് നിധി പിന്നെ ലക്ഷ്യം എന്തുവാ? ലക്ഷ്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതായിരിക്കും. പൊളിച്ചതിനകത്ത് ഇപ്പൊ 5.5 കിലോ സ്വർണം കിട്ടിയെന്ന് പറഞ്ഞ് അങ്ങനെ ക്രൈംബ്രാഞ്ചിൽ നിന്ന് ചെക്ക് ചെയ്യുക, അവരെ വിട്ട് അങ്ങനെ അവിടുന്ന് ചാനലുകാരും ഇപ്പം ബൈറ്റൊക്കെ എടുത്തോണ്ടിരിക്കും. ഒരുപാട് ചാനലുകാർ വന്ന് എടുത്തോണ്ട് പോയി. 5.5 കിലോ അല്ല 5.5 കിലോ ആണ് കേട്ടോ. അത് വേണം. അതെ 5.5 കിലോ സ്വർണ്ണക്കുഴ വീട്ടിൽ ആളാ ഇവിടെ നിൽക്കുന്നത് കേട്ടോ. അല്ല ഇനിയിപ്പോ അതോടെ ഗൾഫിൽ പോകണല്ലോ നമുക്ക്. അത് ഇവിടെ തന്നെ ഇനി ഗൾഫല്ല, ഇനി പല പല കാര്യങ്ങളും ഇവിടെ ഇല്ലയോ? ഇനി എന്തെങ്കിലുമൊക്കെ ചെയ്യണം. കണ്ണ് തള്ളിപ്പോയില്ലേ? അല്ല കണ്ണ് തെളിയുന്നു. 5.5 കിലോ ഇപ്പോഴത്തെ മാർക്കറ്റ് അനുസരിക്കുമ്പോൾ കോടികളല്ലേ, നമുക്ക് വില വധിക്കാൻ പറ്റാതെ കോടികൾ. പ്രവാസിയോടെ കാണിക്കുന്ന 100% ക്രൂരത തന്നെ ഞാൻ പറയത്തുള്ളൂ. എന്തിങ്ങനെയൊക്കെ ചെയ്യുന്നത്? അല്ല വെറുതെ ഇവിടെ വന്ന് 10 സെന്റ് സ്ഥലം വാങ്ങിച്ചു കഴിഞ്ഞാൽ അവൻ എന്തോന്നോ മറ്റേതോ മാടയോ കോടയോ അതൊക്കെ കാണിക്കുന്നത് ശരി. ഒരിക്കലും അങ്ങനെയും ചെയ്യരുത്. ദൈവത്തെ ഓർത്ത് ആ രാജ്യത്ത് കിടന്ന് കഷ്ടപ്പെടുന്നേ ഒരു പെപ്സി ആ റോഡിൽ പോകുന്നവൻ കണ്ടിട്ട് അവനെ കണ്ടിട്ട് എവിടെയെങ്കിലും വണ്ടി നിർത്തിയിടുന്ന് വാങ്ങിച്ചു കൊടുക്കുന്ന ആ അവസരം 100% അങ്ങനെ ചെയ്യരുത്. സത്യം ദൈവത്തെ ഓർത്ത് അവന് നല്ല ജോലി കിട്ടി, അതിൽ നിന്നുകൊണ്ട് ഇതൊക്കെ ചെയ്ത് കാര്യങ്ങളൊക്കെ ചെയ്തു. എന്തിനാ മനുഷ്യ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്? ഇങ്ങനെ ജീവിതത്തിൽ ഒരു മനുഷ്യനോട് ഈ ക്രൂരത കാണിക്കരുത്. ആരെന്ത് കിട്ടിയിട്ടുണ്ട് വന്ന് എടുത്തോണ്ട് പൊക്കോട്ടെ, സന്തോഷമായിട്ട് സ്വീകരിക്കാം. നമ്മൾ കൊടുക്കാൻ പേടിയാ. എന്തിനെങ്ങനെ ചെയ്യുന്നത്? ദൈവത്തെ ഓർക്കാത്ത പണി ഒരിക്കലും ആരും കാണിക്കരുത്. ഇവൻ്റെയൊക്കെ കുടുംബം മുടിഞ്ഞു പോകത്തേ ഉള്ളൂ അങ്ങനെ കാണിച്ചിട്ടുണ്ടെങ്കിൽ 100%. അല്ല ഒന്നും പറയാൻ എനിക്കുന്നില്ല. ബംഗ്ലോ ഏഷ്യാനെറ്റ് എല്ലാ ചാനലും വന്ന് നമ്മൾ പൊളിച്ചില്ലേ വസ്തു. പൊളിച്ചതിനകത്ത് ഇപ്പോൾ 5.5 കിലോ സ്വർണം കിട്ടിയെന്ന് പറഞ്ഞ് അങ്ങനെ ക്രൈംബ്രാഞ്ചിൽ നിന്ന് ചെക്ക് ചെയ്യുക, അവരെ വിട്ട് അങ്ങനെ അവിടുന്ന് ചാനലുകാരും ഇപ്പം ബൈറ്റൊക്കെ എടുത്തോണ്ടിരിക്കും. ഒരുപാട് ചാനലുകാർ വന്ന് എടുത്തോണ്ട് പോയി. 5 ബിന്ദുവിൻ്റെ വീട്ടിൽ നിന്ന് കിട്ടിയെന്ന് കിട്ടിയെന്ന് പറഞ്ഞുകൊണ്ട് പിന്നെ വന്ന് ഈ ചാനലുകാർ വന്ന് പറഞ്ഞ്